ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു മ്യൂസിയത്തിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ഇത് ക്ലിഫ്റ്റൺ പാർക്ക് മ്യൂസിയം ആണ്. ഇവിടെ പൊതുവേ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് എപ്പോഴും മ്യൂസിയം കാണാൻ പറ്റും. അവരത് നല്ലതായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും ഈ മ്യൂസിയങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് കാം സ്പേസും ലൈബ്രറീസും ഹാൻഡ് ഔട്ട്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം കുട്ടികളെയും കൊണ്ട് ഇവർ സ്കൂളിൽ നിന്നും ഈ മ്യൂസിയങ്ങളിലൊക്കെ ട്രിപ്പും പോകാറ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ പൊതുവെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ മ്യൂസിയമൊക്കെ കാണാനായിട്ട്. നമ്മൾ പാർക്കിൽ പോയതിന് ശേഷമായിരുന്നു ഈ ഒരു മ്യൂസിയത്തിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കൂടി ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചാണ് നമ്മളിതിലേക്ക് പോയത്. നല്ല രീതിയിൽ തന്നെ അവരിത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലും വോളണ്ടിയർ സ്റ്റാഫൊക്കെയാണ്. പിന്നെ ഞങ്ങളന്ന് പോയെന്ന് സെൽഫ് എന്ന് പറഞ്ഞൊരു എക്സിബിഷനും കൂടി ഈ ഒരു മ്യൂസിയത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു 1 മന്ത് എക്സിബിഷനായിരുന്നു. കുറേ ഇങ്ങനെ പോർട്രേറ്റുകളും നമ്മൾ സെൽഫിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രെയിൻ ഫെസിലിറ്റി ഉള്ളത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നടക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ടൈം ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടു ആൻഡ് ഫ്രോ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്കിതിന് റോഡിൽ നിന്ന് നേരിട്ടൊരു എൻട്രൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ നമ്മൾ ബാക്ക് സൈഡ് എൻട്രൻസ് വഴിയാണ് വന്നത്. 2 നിലയായിട്ടാണ് ഈ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പെയിൻറ്റിങ്സുകളുണ്ടായിരുന്നു. അതൊരു നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ ഗാർഡനും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പൂക്കളുടെ സീസണൊക്കെ മാറി വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളില്ല, കൂടുതലും ഇലച്ചെടികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നീട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ട് കുട്ടികൾക്ക് പ്ലേ ചെയ്യാനായിട്ടൊരു റോക്കർ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ തന്നെ ഒരു ഗുഹ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് സ്റ്റോൺസ് ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അത് ഓൾറെഡി ഗ്ലാസ്സിനുള്ളിലാണ്, നമുക്കത് ടച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ കുട്ടികൾക്ക് അവിടെ ഇരുന്ന് കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് കുട്ടികളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗുഹയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പേരൻസിന് വേണമെങ്കിൽ ആ സൈഡിൽ റെസ്റ്റ് എടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ തന്നെ ഒരു ഡ്രോയിങ് ഏരിയയും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം കളറുകളും പേപ്പറുകളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതൊരു റിലാക്സിങ് ഏരിയ ആയിട്ട് തോന്നി. നമ്മൾ ശരിക്കും ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മ്യൂസിയങ്ങളൊക്കെ ഓരോ ട്രസ്റ്റാണ് ചെയ്യുന്നത്. നാഷണൽ ട്രസ്റ്റാണ് കോമൺ ആയിട്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്കിങ്ങനെ മണി ബോക്സ് കാണും. അത് വോളണ്ടറി ആയിട്ട് ഇടാനാണ്. നമുക്ക് വേണമെങ്കിൽ ഡൊണേഷൻസ് കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ഇവിടെ പൊതുവെ എല്ലാ മ്യൂസിയങ്ങളും ഫ്രീ എൻട്രി ആയിരിക്കും. പിന്നെ ഓരോ സ്ഥലങ്ങളിലെ മ്യൂസിയങ്ങളും അവിടുത്തെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ട് അവർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം റോദറാം എന്നാണ്. അപ്പോൾ അവിടുത്തെ ഇനിഷ്യൽ ഡേയ്സിലൊക്കെ ഉണ്ടായിരുന്ന സൊസൈറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ആദ്യം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ വ്യക്തികളുടെ സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരാൾക്ക് രാജ്ഞി കൊടുത്തിട്ടുള്ള ഗിഫ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ രാജ്ഞി കൊടുത്തിട്ടുള്ള കാർഡും അതൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് ഇവിടെ ഇപ്പോഴും രാജഭരണം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രാജാവും രാജ്ഞിയും ഒക്കെ കൊടുക്കുന്നത് ഭയങ്കര ഒരു പ്രാധാന്യമുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ഇങ്ങനെ എടുത്ത് ഡിസ്പ്ലേ ചെയ്ത് അവർ ഗ്ലാസ് കൂടിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ഫ്ലവേഴ്സ് വരെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ഫ്രഷായിട്ട് ഈ ഫ്ലവേഴ്സൊക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റുമായിരുന്നതിനെ. എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ട് എല്ലാ റൂമുകളിലും ഇവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നതിനെ പറ്റി. എല്ലാ വിവരങ്ങളും ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു സ്കൂൾ ട്രിപ്പൊക്കെ വരുമ്പോഴൊക്കെ ഇത് കുട്ടികൾക്ക് വായിച്ചൊക്കെ നോക്കാനൊക്കെ വേണ്ടിയായിരിക്കും. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ നമ്മുടെ സമയം അനുസരിച്ച് നമ്മളൊരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ വായിച്ച് എല്ലാം മനസ്സിലാക്കി പോകാവുന്നതാണ്. ഈ ഒരു റൂമും മുഴുവൻ പെയിൻറ്റിംഗ് ആണ്. അവരോരോരോ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ പിക്ചേഴ്സൊക്കെ എനിക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നതൊക്കെ ആയിട്ട് സാമ്യം തോന്നിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാത്രം ഇവിടുത്തെക്കാരുടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അത് ഒബിയസ്ലി അങ്ങനെയായിരിക്കും. പക്ഷേ ആ ഒരു പിക്ചറിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൊട്ടാരങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് സിമിലറായിട്ട് തോന്നിയിട്ടുണ്ട്. ട്രഡീഷൻസ് മാത്രമേ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ഫ്രെയിമൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഇന്ത്യൻ ടച്ചൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു.
ആദ്യം തന്നെ ഒരു സ്റ്റാച്ചു ആണ്. ശരിക്കും നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ശരിക്കും ഒരാൾ തലയിൽ സ്കാർഫൊക്കെ ഇട്ട് നിൽക്കുകയാണെന്ന്. പിന്നീട് ഇതെല്ലാം ഓരോ ശിലായുഗത്തിലൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ്. അതെല്ലാം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് എല്ലാം ആ ഒരു ആയുധങ്ങളൊക്കെ നമ്മൾ കല്ലൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ഹാബിറ്റാറ്റൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവരുടെ കിച്ചൺസൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയിട്ടിരുന്ന ചില പാത്രങ്ങളൊക്കെയാണ്. നല്ലൊരു കളറൊക്കെ കൊടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂജയും മറ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ അവർ കുട്ടികൾക്കൊരു കിച്ചൺ പ്ലേ ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം പാത്രങ്ങളും വെജിറ്റബിൾസും എല്ലാം ഉണ്ടായിരുന്നു, ഗ്യാസ് സ്റ്റോപ്പർ. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയും ചെയ്യാം. അതിനോട് ചേർന്ന് പേരൻസിന് ഇരിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പണ്ടത്തെ ഒരു കോൺഫറൻസ് റൂം ഇവർ സെറ്റ് ചെയ്ത് വെച്ചാണ്. അവിടെ ചെയേഴ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചെയറായിരുന്നു. എഗെയിൻ ഇവിടെയും എല്ലായിടത്തും പിക്ചേഴ്സ് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചുവർച്ചിത്രങ്ങളായിരുന്നു. പിന്നീട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയി. ഇവിടെ ലിഫ്റ്റ് ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ആദ്യം സ്റ്റെപ്പ് കയറിയാണ് പോയത്. പിന്നീട് നമ്മൾ ലിഫ്റ്റിലാണ് വന്നത്. ഇവിടെ ഒരു സെഷനിൽ ഇവരുടെ മറ്റേ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റ് സെഷൻ ഫുള്ള് ഇവരുടെ യുദ്ധങ്ങളുടെ കഥകളായിരുന്നു. ഈ സെഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഇന്ത്യനെ തോൽപ്പിച്ചപ്പം ഇവർ കൊണ്ടുവന്നിട്ടുള്ള മെമ്മോറിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മാത്രമല്ല ഓരോ രാജ്യങ്ങളിൽ നിന്ന് ഇവർ പിടിച്ചടക്കിയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ, അതായത് അവർ വോറ് വിൻ ചെയ്തിട്ട് വരുമ്പം ഇവരവരെ ഓണർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന മെഡലുകളൊക്കെയാണ് ചൂസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ രാജ്യത്തെയും കീഴടക്കിയപ്പം കിട്ടിയ മെഡലുകൾ ഈ ഒരു പ്ലേസിൽ നിന്നുണ്ടായിരുന്ന സോൾജേഴ്സിൻ്റെ മെഡലുകളാണിത്. ഫുൾ UK-യിലല്ല. അപ്പോൾ ഈ റോദറാമിൽ നിന്നും അന്ന് ആർമിയിലുണ്ടായിരുന്ന ആൾക്കാരുടെ മെഡലുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് ഇന്ത്യയുടെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. നമ്മളെ തോപ്പിച്ചിട്ട് കൊണ്ടുവന്ന്, അതായത് അവിടുത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളായിട്ടൊരു കല്ലൊക്കെ മെമ്മോറിയലായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പൊതുവേ. അതുപോലെ ആ ഒരു വാറിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള വെപ്പൺസും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഇന്ത്യയുടെ സെഷനിലുണ്ടായിരുന്നതാണ്. അതുപോലെ ഓരോ രാജ്യങ്ങളുടെയും വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ്, നെതർലൻഡ്. എനിക്ക് തോന്നുന്നു ഇവർ ഒട്ടുമിക്ക രാജ്യങ്ങളും പണ്ട് പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നീട് ഇതൊരു എക്സ്പീരിയൻസ് റൂമാണ്. ഇവിടെ പോയി നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരാളുടെ വോയിസ് ശരിക്കും കേൾക്കാൻ പറ്റും. അങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആരുടെയൊക്കെയാണ്. വിൻസൻ ചർച്ചിൽ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒന്ന് കേൾക്കാൻ പറ്റും. ആ സെയിം ടൈമിൽ റെക്കോർഡിങ് ഇവർ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു റൂമും കുറച്ച് ഡാർക്കായിട്ടൊക്കെയാണ് ഇവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല പ്രൗഡായിരിക്കും. നമുക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഓരോ റെക്കോർഡിങ്സും ഇപ്പോൾ ഗാന്ധിജിയുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വി ഫീൽ വെരി പ്രൗഡ്. അപ്പം അതുപോലെ അവർക്കും വലിയ പ്രൗഡായിട്ട് തോന്നുമായിരിക്കും. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതും ഒരു ഇന്ത്യയിൽ നിന്ന് ഇവർ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളുടെ ഒരു സെഷനാണ്. അവിടെയും അവർക്കിങ്ങനെ കിട്ടിയ ഇവിടുത്തെ സോൾജേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പോപ്പി ഫ്ലവർ. ഇവരുടെ ഒരു മെമ്മോറിയലായിട്ട് ഇവരെപ്പോഴും ഇങ്ങനെ ബാഡ്ജൊക്കെ കുത്തിക്കൊണ്ട് നടക്കും. അപ്പം അവർ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂടെ അതും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡൽഹിയുടെ ആണെന്ന് തോന്നുന്നു പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ വാം വെതർ ആയതുകൊണ്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലോറൊക്കെ ആണെങ്കിലും അത്യാവശ്യം തടി കൊണ്ട് തന്നെ അവരെനിക്ക് തോന്നുന്നു ഇതൊന്നും വലുതായിട്ട് റിനോവേഷനൊന്നും നടത്തിയിട്ടില്ല. ആ ഒരു രീതിയിൽ തന്നെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ ആർട്ട് വർക്കുകളൊക്കെയാണ്. അതും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നല്ല ഭംഗിയുള്ള ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കിച്ചൺ ഐറ്റംസൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തെ എല്ലാം നല്ല ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളാണ് ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതെല്ലാം നല്ലതായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് സെൽഫ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാമ്പയിനായിരുന്നു. അത് നമ്മൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് കണ്ടിട്ടിറങ്ങി. അവിടെ നമ്മളുടെ ഇതുപോലെ ഡാൻസിൻ്റെ പിക്ചറും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ രാജ്യത്തിൻ്റെയും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ക്യാമ്പയിൻ ഞങ്ങൾ ജസ്റ്റ് കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെ എനിക്ക് വേറെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ ഓരോ സ്ഥലങ്ങളിലും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അറേഞ്ച്മെൻറ്റോട് ചേർന്ന് അവർ കിഡ്സിൻ്റെ പ്ലേ മെറ്റീരിയൽസും വെച്ചിട്ടുണ്ട്. പേരൻസിനൊക്കെ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ കുട്ടികൾ ആ ഒരു മെറ്റീരിയൽസിൽ എൻഗേജ് ആയിക്കോളും.
ഇനി ഇത് കുട്ടികളുടെ സെഷനാണ്. എനിക്കൊന്ന് പണ്ടത്തെ കുട്ടികളുടെ പിഗ്ഗി ബാഗുകളാണ്. നമ്മുടെ നാട്ടിലെ കുടുക്ക. എനിക്കൊക്കെ കൊച്ചിലെ കുടുക്കയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പിന്നെ പൗഡർ ടീനൊക്കെ ആയിരുന്നു. ഇവിടെ എല്ലാവർക്കും പിഗ്ഗി ബാഗാണ്. ആ ഒരു ഷേപ്പിലാണ് ഇവരുടെ കുടുക്കകളെല്ലാം. അപ്പോൾ പണ്ട് കാലത്ത് ഇവരുടെ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന പിഗ്ഗി ബാഗിൻ്റെയൊക്കെ ഡെമോ പീസുകളും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. അതായത് ഇവരുടെ പിഗ്ഗി ബാഗിന് പണ്ട് തൊട്ടേ ഒരു പോഷ് ലുക്കുള്ളതായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ഹാരിയറ്റിൻ്റെ ഒരു പ്രതിമയുണ്ടായിരുന്നു. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ മുക്കിലും മുകളിലും ഇതുപോലെ പെയിൻറ്റിങ്സ് ആണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തും അതിൻ്റെ സാഹചര്യങ്ങളും അത് ചെയ്ത ആളുടെ കാര്യങ്ങളും എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ, അതായത് റോദറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ആരായിരുന്നു ആദ്യം ഇവിടെ കുടിയേറി പാർത്തത്, അങ്ങനെ ആ ഒരു സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി ആയിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ ആ പാർക്കിൽ ഇറങ്ങിയ സ്ഥലത്ത് നമ്മളിത് കൊണ്ടുവിടും. നമ്മൾ അവിടെയായിരുന്നു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഫെസിലിറ്റി ഞാൻ പിന്നെ പറഞ്ഞിട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് അത്രയും നടപ്പിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഈ ഒരു ട്രെയിനിലാണ് തിരിച്ച് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. ശരിക്കും ഇങ്ങനത്തെ പഴയ സ്മാരകങ്ങളൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളാണെങ്കിലും അതൊക്കെ കാണാനൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവരത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സമയമെടുത്ത് കണ്ടിറങ്ങേണ്ട കാര്യങ്ങളാണ് മ്യൂസിയം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.